ഫാമിലി ഹാപ്പി ലൈഫ് വിത്ത് രശ്മി സന്തോഷ്. രശ്മി ഇതെൻ്റെ മോൻ ശ്രീനന്ദു കേട്ടോ. ഇവനെ നമ്മൾ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പുത്രനാണ് കേട്ടോ. മൂത്ത ആൾ ഉണ്ട്, അവൻ്റെ അച്ഛനെ പോലെയാണ്. അവൻ അങ്ങനെ വീഡിയോസിലും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അവൻ കളിക്കാൻ പോയിരിക്കുകയാണ്. അവനെ പിടിച്ചിരുത്താനൊക്കെ നോക്കി, പക്ഷെ അവൻ ഒരു ലൈവിൽ ഇരുന്നതേ എന്തോ മഹാഭാഗ്യം അവൻ്റെ അച്ഛനും. അങ്ങനെ അപ്പോൾ ഇവനും ഞാനും കൂടിയിട്ട് കുറച്ച് സംസാരിക്കാം. നമുക്ക് വലിയൊരു കടമ്പ കടന്നുമല്ലോ നമ്മൾ, അല്ലേ? എന്ത് കടമ്പ പറഞ്ഞു കൊടുക്ക്? 1K ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, അല്ലേ? 1K കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഇന്ന് എന്താ പ്രത്യേകത ഉള്ളത്? ഇന്ന് നമ്മുടെ അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതായത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇതപ്പോൾ അന്നദാനത്തിന് പോയി വന്ന്, എന്നാൽ ശരി വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു കേട്ടോ. അന്നദാനത്തിനൊക്കെ പോയി വന്നേ ഉള്ളൂ കേട്ടോ. അതുവരെയുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ കൂടെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സന്തോഷം എന്താ പറയുക, അത്രയ്ക്ക് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അമ്മാതിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവന് ലൈവിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായത് നിങ്ങൾ കാരണമാണ്. കാരണം അവനെ ലൈവിൽ വാടാതിരിക്കുക, ലൈവിൽ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞാലും വേണ്ട അമ്മ എനിക്ക് വയ്യാന്ന് പറയണ കുട്ടി, ഞാൻ ലൈവ് നിർത്തടാ പറഞ്ഞാലും അമ്മ വേണ്ട അമ്മ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ലൈവ് നിർത്തിയാൽ മതി എന്ന് പറയണതിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് പറയുന്നത് ഭയങ്കരമാണ്. കാരണം ഞങ്ങൾ എവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാത്തവരാണ്. അതായത് 100 സബ്ബായി, അപ്പം ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് 100 ആയില്ലോ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് 500 സബ്ബായി. അത് കഴിഞ്ഞു ആ 2 മാസത്തിൻ്റെ ഉള്ളിൽ, നമ്മൾ ചാനൽ തുടങ്ങി 2 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക്, അല്ലേ 2 മാസം ആയിട്ടുണ്ടായിരുന്നില്ല, ആവുമ്പോഴേക്കും നമുക്ക് 1000 സബ്ബായി. അത് വലിയ കാര്യം. അത് മാത്രമല്ല 2 ലൈവിലും കൂടി കയറിയപ്പോൾ നമുക്ക് 1000ൻ്റെ കൂടെ ഒരു 120 ആളെയും കൂടി കൂടുതലും കിട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീഡിയോസും നമ്മുടെ ഷോർട്സും കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നമ്മുടെ കൂടെ കൂടിയിരിക്കണമെന്ന് അറിയാം. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാവരുടെയും. അതിൽ കുറേ പേര് എടുത്തു പറയേണ്ടതുണ്ട്. ലൈവിൽ ആക്റ്റീവ് ആയവരുണ്ട്, പിന്നെ വീഡിയോ എടുക്കാൻ സഹായം ചെയ്തവരെല്ലാവരും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐഷ താത്തയാണ്. ഐഷ ബഷീർ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും പോയി കാണണം. ഐഷ താത്തയാണ് ഞങ്ങളുടെ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ആള്. നമ്മുടെ ചാനലിൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ സഹായിച്ച ആള് ഐഷ താത്തയാണ്. സെക്കൻഡ് പറയാനുള്ളത് രശ്മി ആൻറ്റി, ധ്യാൻ ധ്രുവ് വേൾഡിലെ രശ്മി ആൻറ്റി. ചാനലൊക്കെ കാണാത്തവരൊന്നും പോയി വീഡിയോസിലാണെങ്കിലും കമൻറ്റ് ലൈവിലാണെങ്കിലും വളരെ നല്ല ആക്റ്റീവാണ് ആൻറ്റി. പിന്നെ പറയാനുള്ളത് അനു ടോപ്പ് കെയർ, അനൂപേട്ടൻ. നല്ല ഗൾഫിലുള്ളവരാണ്. ആൾക്ക് വെള്ളിയാഴ്ചയൊക്കെ വരാൻ പറ്റുമെങ്കിലും വെള്ളിയാഴ്ച ഞങ്ങൾക്ക് തരേണ്ട വാർണിങ്സും എന്തൊക്കെ ചെയ്യണം എന്നും എല്ലാം പറഞ്ഞിട്ട് ആള് പോകുള്ളൂ. പിന്നെയുണ്ട് ശ്രീകുമാർ ഏട്ടൻ, 2 അക്കൗണ്ടിൽ നിന്നൊക്കെ തപ്പി പിടിച്ച് ലൈക്ക് ചെയ്യൊക്കെ ചെയ്യും. പിന്നെ ശാന്താജന, മാസിൻ CK, ജസ്റ്റ് റിത, ഫബു, അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. പേരെടുത്ത് പറയാം. എല്ലാവരും പുതിയൊരാളൊരു കുണുവാവ. പിന്നെ നമുക്ക് അത്യാവശ്യം ഡോഗ്സിന്റെ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ബാഡ് കമൻറ്റുകൾ വരുന്നുണ്ട്. ബാഡ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാനായിരിക്കും പറയണ്ടാവുക. നായയുടെ ചങ്ങല ശരിയായില്ല, നായയെ അങ്ങനെ ചെയ്യാൻ പാടില്ല, നായയെ മണ്ണിലിരുത്താൻ പാടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവർ അതായത് ഇവൻ ക്രോസ് ആണെങ്കിലും ഇവൻ നാടൻ ഇനത്തിൽപ്പെട്ട നായയാണ്. അവനെ നമ്മൾ ഫുൾ ടൈം സിമെൻറ്റിൽ ഇട്ടോടത്തൊന്നും പിടിച്ച് കടത്തില്ല. അവർക്ക് ചൂടും തണുപ്പും തോന്നുമ്പോൾ അവർ മാറി കിടക്കും. പിന്നെ അവൻ്റെ കഴുത്തിലെ ചങ്ങല, എൻ്റെ ലോങ് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ അവൻ്റെ കഴുത്തിൽ കൂടെയാണ് അവൻ്റെ ചങ്ങല ഇട്ട് കൊടുക്കുക. അതായത് ബെൽറ്റ് കൊടുക്കണ ഊരി വിടുക ചെയ്യുക. രാത്രി അവന് ബുദ്ധിമുട്ട് വരണ്ടാവിട്ട് നമ്മൾ ബെൽറ്റ് കൊടുക്കണ കഴുത്തിൽ നിന്ന് ഊരി വിടുക ചെയ്യുക. അപ്പോൾ ലോങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ കഴുത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യണം. അപ്പോൾ ഒരിക്കലും ടൈറ്റുള്ള ഒരു ബെൽറ്റ് നമുക്ക് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നായയെ ഞങ്ങൾ നോക്കണ കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റായിട്ടാണ് നോക്കണത്. പിന്നെ നമ്മുടെ തുണിയുടെ ക്ലോത്തിൻ്റെ പോലത്തെ ചങ്ങലയിലൊന്നും അവൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ അവൻ ഒരാളെ പിടിക്കും ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരാളെ എന്തെങ്കിലും പരിചയമില്ലാത്തവരെ കണ്ട അവൻ ചാടും. ഇതുവരെ ഒരാളെയും കടിച്ചിട്ടില്ല, പക്ഷെ അവൻ്റെ നഖമൊക്കെ ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അറിയാത്ത ആൾ വന്ന സമയത്ത് അവൻ ചാടി കുതിരുക. കാരണം അവൻ അത്യാവശ്യം സ്ട്രോങ് ആണ്, കുറച്ച് ശക്തി ഉണ്ട് അവന്. അപ്പോൾ ചങ്ങലകളെ പൊട്ടിക്കുന്നു. അപ്പോൾ പിന്നെ ക്ലോത്ത് ടൈപ്പ് ആകുമ്പോൾ എന്തായാലും അവൻ അത് പൊട്ടിക്കും.
പിന്നെ അവനെ കെട്ടിയിടണമെന്നൊന്നുമില്ല, അഴിച്ചു വിട്ടാലും ഡീസൻ്റായി ഇരിക്കും. പക്ഷെ പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ അവൻ കുറച്ച് ചാടും. എന്താ വെച്ചാൽ അങ്ങനെ ഒരാളെ ആക്രമിക്കാന്നല്ല, അത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അവൻ്റെ ചങ്ങല ശരിയല്ല, അതല്ല ഇതെല്ലാം ഒന്നും പറയരുത്. കാരണം അവനെ ഞങ്ങൾ എത്രത്തോളം നന്നായി നോക്കാൻ പറ്റുമോ അങ്ങനെ തന്നെയാണ് നോക്കണത്. രാത്രി 8, 8:30, 9 മണിക്കുള്ളിൽ ഞങ്ങൾ അവനെ അഴിച്ചു വിടും. രാവിലെ 7 മണിക്കൊക്കെയാണ് പിടിച്ച് കെട്ടിയിടുള്ളൂ. ചിലപ്പോൾ 6, 6:30 ഞാൻ എണീക്കുന്നതിനനുസരിച്ചിട്ടാണ് അവനെ കെട്ടി. ട്യൂഷന് കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ 6 മണിക്ക് കെട്ടിയിടും. അല്ല ട്യൂഷൻ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു 7, 7:30 മണിക്കാണ് അവനെ കെട്ടിയിടുള്ളൂ. അത് കെട്ടിയിടാൻ നമ്മൾ വിടാവണ്ട, അവൻ അവിടെ വന്ന് നിൽക്കും. പറയുന്നുണ്ടോ എങ്ങനെയാണ് അവൻ ചെയ്യാന്ന്? അവൻ അഴിച്ചു വിട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം അവൻ അഴിച്ചു വിട്ടു 1 മണിക്കൂർ കളിച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ കയറി കിടക്കും. പിന്നെ രാവിലെ ഞങ്ങൾ എണീച്ചു വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ കിടന്നുറങ്ങുണ്ടാവും. അപ്പൊ അങ്ങനെ കെട്ടിയിടുകയാണ് ചെയ്യാം. അപ്പൊ അത് നെഗറ്റീവ് എന്ന് പറയല്ല. അപ്പൊ അങ്ങനെ നായനെ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല പറയുന്നവർക്ക് ഞങ്ങൾ അത്രയും മനുഷ്യനെ നോക്കണ പോലെ അത്രയും ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് അവനെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടും കുറച്ച് ഏറെ വർഷങ്ങളായി. അപ്പം ഞങ്ങൾ നന്നായിട്ടാണ് നോക്കും. കാരണം അല്ലേ അവൻ ഞങ്ങളുടെ കൂടെ അത്രയും മിങ്കിൾ ചെയ്ത് നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇല്ല എന്നൊന്ന് ദയവ് ചെയ്ത് പറയരുത്. പിന്നെ ലൈവിൽ കുറേ പേർക്ക് ഒരു സംശയമുണ്ട്, ഞങ്ങളുടെ ഡീറ്റെയിൽസ് കുറച്ച് അറിയണം എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ലൈവിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ചോദിച്ചാലും ഞങ്ങൾ പറഞ്ഞു തരും. എന്നാലും ഈ വീഡിയോയിൽ അത് പറയണമെന്ന് തോന്നി. എൻ്റെ പേര് ശ്രീനന്ദു. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ SS വെച്ചത് സ്കൂളിൽ പഠിക്കുന്നു. ഏട്ടനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഏട്ടൻ 9th സ്റ്റാൻഡേർഡിലാണ്. ഏട്ടൻ്റെ പേര് ശ്രീഹരി. അമ്മയുടെ പേര് രശ്മി. അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ ട്യൂഷൻ ടീച്ചറാണ്. പിന്നെ അച്ഛൻ്റെ പേര് സന്തോഷ്. അച്ഛൻ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ആ ഒരു ഫീൽഡിലാണ്. പിന്നെ അച്ഛമ്മയുടെ പേര് രാധമ്മ. അപ്പോൾ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടാവരുണ്ട്. കുറേ പേര് ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാരിറ്റി ആക്കിയെന്ന് മാത്രം. അടുത്തത് ഞങ്ങൾ എവിടെ സ്ഥലം എന്ന് കുറേ പേര് ചോദിച്ചു. സ്ഥലം ഞങ്ങൾ പാലക്കാട് ലക്കിടി, തിരുവില്ലാമല. ലക്കിടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലവർക്ക് അറിയില്ല, കാരണം വയനാട്ടിൽ ലക്കിടി ഉണ്ട്. അപ്പോൾ തിരുവില്ലാമല എന്ന് പറയാം. അവിടെയൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത്. പിന്നെ ഇവനെ പഠിപ്പിക്കാൻ നോക്കൂ, ലൈവിൽ കയറ്റില്ലേ എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു. ഇവൻ ക്ലാസ് ടോപ്പറാണ്. അത് കൂടാതെ UP സെക്ഷനിൽ നമ്മൾ ഇരുത്തിയിട്ട് പൊന്തിച്ച് ഞാൻ പറയില്ല ഒരിക്കലും. അവൻ ക്ലാസ് ടോപ്പറുമാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇപ്പോഴാണ്. കാരണം 1000 കഴിഞ്ഞതിൻ്റെ ഭയങ്കര ത്രില്ലിലാണ്. നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ പേര് ചോദിച്ചു മോണിറ്റൈസ് ആയോ ചോദിച്ചു. മോണിറ്റൈസ് അവൻ്റെ വക്കത്ത് പോലും എത്തിയിട്ടില്ല. കാരണം നമ്മുടെ 1000 സബ്ബായി, അത് ഓക്കെ. പക്ഷെ നമുക്ക് വാച്ച് അവർ എന്നുള്ള ഒരു വലിയ കടമ്പുണ്ട്. ഒന്നുമില്ലെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. ഫുൾ മോണിറ്റൈസ്ഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ശരി ഹാഫ് മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 മില്യണെങ്കിലും ആവണം അല്ലേ. അപ്പം നമ്മുടെ ഇപ്പോൾ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ വ്യൂ എത്ര, ഏകദേശം ഒരു 8-9 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. 9 ലക്ഷം ആയിട്ടില്ല, 8 ലക്ഷത്തി സംതിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഷോർട്ട് വ്യൂസൊക്കെ അത്രയും ആവണമല്ലോ. ഷോർട്ട് വ്യൂസ് തന്നെ നമുക്ക് അത്ര കിട്ടണം. 10 മില്യൺ ആവണം, 3 മില്യൺ ആവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതെങ്കിലും ഷോർട്സ് റീച്ച് ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ദിവസം ഇങ്ങനെ ഷോർട്സ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എത്രയോ സമയം വേണം. കാരണം എത്രയോ സബ്ബായിട്ട് നമ്മളെക്കാട്ടിലും സബ്സ്ക്രൈബേഴ്സുള്ള 5, 6 ഒക്കെ ആയിട്ടുള്ളവരെ എനിക്ക് പരിചയമുണ്ട്. അവർക്ക് ഇപ്പോഴും മോണിറ്റൈസ് ആയിട്ടില്ല ചിലവർക്ക് കേട്ടോ. എല്ലാവരുടെ കാര്യമല്ല, ചിലവർക്ക് അവരുടെ ലക്കും കൊണ്ടും അവരുടെ അത്രയും നന്നായ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ അങ്ങനെ വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ പരമാവധി നമ്മളെയും കൊണ്ട് പറ്റുന്ന പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് പക്ഷേ നമ്മളെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇവരൊക്കെ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ളവരാണോ? കാരണം അത്രയും നന്നായി നമ്മൾ ലൈവ് കയറിയിട്ട് സംസാരിക്കും. നമ്മൾ ബ്ലാ 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 സംസാരിക്കുമ്പോൾ അവർ വന്നിട്ട് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ടി പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേര് എൻ്റെ ചുറ്റിലും ഞങ്ങളുടെ ചുറ്റിലും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ചെറിയ നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്താവും, അതൊക്കെ പോസിറ്റീവ് ആവും. പറ. പിന്നെ ലൈവിൽ കുറേ പേര് നല്ല കമൻറ്റ് ഇടുന്നുണ്ട്. അവർക്കൊക്കെ താങ്ക് യു പറയുന്നു. കാരണം നല്ല കമൻറ്റ് ചെയ്യല്ലേ. അതും നമ്മൾ കണ്ടിട്ട് 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. കാരണം മുമ്പത്തെ ലൈവിൽ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ലൈവ് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം വന്നില്ലെങ്കിലും കുറേ പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുറേ പേര് നാട്ടിലേക്ക് വരിക, കുറേ പേര് കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാം.
പിന്നെ സപ്പോർട്ട് ചെയ്യും. കുറച്ച് ബാഡ് കമൻസ് വരുന്നുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവുന്നതും ബാഡ് കമൻസ് ഇടാതിരിക്കുക, ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ തൊഴുകാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഏട്ടനും കൂടിയിട്ട്. കുട്ടികളൊന്നും വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി തൊഴുതാൻ. വൈകുന്നേരം തൊഴുകൽ എന്തായാലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ വായന കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അവിടെ. വന്നപ്പോൾ തന്നെ അഷ്ടപതിയും നടയടച്ച് പൂജയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഉള്ളിൽ നിന്നിട്ടൊക്കെയാണ് നമ്മൾ തൊഴുതത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം വായന കേട്ടിരുന്നു. ഫുള്ളും കേട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു വീട്ടിൽ. എന്നാൽ അത് കഴിഞ്ഞ് തീർത്തിട്ട് നമുക്കെന്നാൽ അന്നദാനത്തിന് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ അന്നദാനത്തിന് വന്നു. നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ പിറന്നാൾ ദിവസം നമുക്ക് ഗുരുവായൂരേ പോയി കഴിക്കാനൊന്നും ഭയങ്കര തിരക്കായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി കഴിക്കുമ്പോഴും അത് ഗുരുവായൂർ പോയ പുണ്യം തന്നെയല്ലേ. ശ്രീകൃഷ്ണൻ എല്ലാവരുടെയും ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ. അപ്പോൾ നല്ല ഒരു ഭഗവാന്റെ പ്രസാദവും കഴിച്ച് നല്ലൊരു പായസമായിരുന്നു കേട്ടോ. നല്ല പാൽപ്പായസമായിരുന്നു. അതും കുടിച്ച് ഏട്ടനുള്ള പായസം എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൽ വളരെ 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 സന്തോഷം. വീണ്ടും എല്ലാവർക്കും നന്ദി പറയണു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോസിനും ഷോർട്സിനും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അത് അതന്നെ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ചിലവർ ഓൾ ചെയ്യാതെ തന്നെ ഇതാവുന്നുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് നോട്ടിഫിക്കേഷൻസ് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓൾ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. അപ്പോൾ താങ്ക് യു.